വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവിയുടെ കള്ളത്തരം എല്ലാവരുടെ മുന്നിൽ ആനന്ദ് പൊളിക്കുകയാണ്. അപ്പം ദേവിയുടെ അടുത്ത് എല്ലാവരെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ട്, ഇവളുടെ അച്ഛൻ ഉദയഭാനുവാണ് നമ്മുടെ കടയിലെ പൈസ മോഷ്ടിച്ചത് എന്ന് പറയുകയാണ്. അപ്പം ഉടനെ ഇത് കേട്ടപാടെ ഗോമതി വന്ന് അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം കയ്യിലുള്ള മൊബൈലിനകത്തുള്ള തെളിവുകളെല്ലാം എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആനന്ദ് പൊട്ടിക്കരയുകയാണ്. എന്താ എന്താ ആനന്ദേട്ട, എന്ത് സംഭവിച്ചതെന്നും പറഞ്ഞ് ആര്യം ചോദിക്കുന്നുണ്ട്. എന്തോ വിഷമം ആനന്ദേട്ടനുണ്ട്, എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ടാണ് ആനന്ദേട്ടൻ നടക്കുന്നതെന്ന് ആര്യനും അതേപോലെ ആകാശം പറയുന്നുണ്ട്. എന്താ കാര്യമെന്ന് പറയാൻ പറയുന്നുണ്ട്. അപ്പോൾ ബാലനും പറയുന്നുണ്ട്, എന്താ മോനെ നിനക്ക് ഇത്രയും സങ്കടമുള്ള കാര്യം എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് പേടിച്ച് സങ്കടത്തോടെ കണ്ണ് നിറഞ്ഞ് നിൽക്കുകയാണ് ദേവിക്ക് ഒന്നും പറയാനില്ല. അപ്പോൾ ഉടനെ ആനന്ദ് പറയുന്നുണ്ട്, എല്ലാവരും കൂടെ എന്നെ ചതിക്കുകയായിരുന്നു അച്ഛാ. ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യ എന്ന് പറയുന്ന ദേവി, ഇവളും എന്നെ ചതിക്കുകയായിരുന്നു. അച്ഛനൊരു സ്കൂളിൽ കൊണ്ടാക്കിയല്ലോ ടീച്ചറായിട്ട്. അതിനുശേഷം ഞാൻ ഇവളെ കണ്ട് എവിടെ വെച്ചാണെന്നറിയാം, ഹോട്ടലിൽ വെയിറ്ററായിട്ട് നിന്ന്. അന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെന്ന് പെട്ടത് വലിയ ചതിയിലാണെന്ന്. അങ്ങനെ ഞാൻ അന്വേഷിച്ച് ചെന്നപ്പോൾ ഇവരെല്ലാം പറയുന്ന പോലെ ഉദയഭാനു വലിയൊരു കോടീശ്വരനോ ഒന്നുമല്ല. അയാൾ നമ്മളെല്ലാം ചതിച്ചതാച്ചാ. അയാളും ഭാര്യയും ദാണ്ട് ഈ നിൽക്കുന്ന ഇവളും കൂടെ ചേർന്ന് നമ്മളെ ചതിച്ചതാ. എന്നെ വെറും പൊട്ടനാക്കി കളഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ബാലനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും തുറന്നു പറയാണ് ആനന്ദ്. ദേവിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന് കണ്ണ് നിറയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മീനാക്ഷി പറയുന്നുണ്ട്, ചുമ്മാ തെളിവുകളൊന്നും ഇല്ലാതെ പറയല്ലേ ആനന്ദേട്ട, എൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട്. ആ ഉദയഭാനുവും ആ ഭാര്യയും ഇവളും കൂടെ എന്നെ ചതിച്ചത്, എന്നെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെ മൊത്തം ചതിച്ചതാണെന്ന് പറയണം. അങ്ങനെ സത്യങ്ങളെല്ലാം എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറയാണ്. ദേവിയുടെ കുടുംബക്കാരും തന്നെ ചതിച്ചതാണെന്നും ഇവരെ കള്ളക്കൂട്ടങ്ങളാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. ദേവി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ്. അപ്പം ആനന്ദ് ഇങ്ങനെ സങ്കടത്തോടെ കരയുന്നത് എല്ലാവരെയും വിഷമത്തിലാക്കുന്നുണ്ട്. അതിനുശേഷം ദേവി മുറിയിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് ആനന്ദ് പറയുന്നുണ്ട്, എനിക്കിനി ഇവളുമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല അച്ഛാ, ഇവളെ പഠനം വേണ്ട, ഇനി ഈ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഇവൾ വേണ്ട എന്ന് ആനന്ദ് ഉറച്ച് തീരുമാനമെടുക്കുകയാണ്. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് വീണ്ടും അയാൾ നമ്മുടെ കടയിൽ കയറി ഇങ്ങനെയുള്ള ഒരു പരിപാടി കാണിച്ച സ്ഥിതിക്ക് എനിക്കിനി വിശ്വസിച്ച് ഇവളുടെ കൂടെ കഴിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി ഞാനും ഇവളും തമ്മിൽ ഒരു ബന്ധവുമില്ല, നിങ്ങളെ ഒന്ന് വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചാണ് ഇത്രയും കാലം ഞാൻ പിടിച്ചു വെച്ചത്. എനിക്ക് ഇങ്ങനൊരു ഭാര്യ വേണ്ട, ഇവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് പറയാണ്. അപ്പോൾ ഉടനെ ദേവിയുടെ അടുത്ത് ഗോമതി വന്ന് ചോദിക്കുന്നുണ്ട്, ആനന്ദ് പറഞ്ഞതെല്ലാം ശരിയാണോ മോളെ, അവനെ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് വഞ്ചിച്ചാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവിയുടെ കണ്ണ് നിറയുന്നുണ്ട്. അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ ഗോമതി പറയുന്നുണ്ട്, ആ കണ്ണ് നിറയിൽ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എൻ്റെ മോനെ വഞ്ചിച്ചാണെന്ന്, നീയും അതിന് കൂട്ടു നിന്നല്ലോ മോളെ എന്ന് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല സങ്കടത്തോടെ നിൽക്കുകയാണ് ബാലനും. അപ്പം ബാലനാണെങ്കിൽ പറയുന്നുണ്ട്, ഇടയ്ക്ക് വെച്ച് എനിക്കൊരു സംശയമുണ്ട്, ഉദയഭാനുവിനെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നു. ഞാനും ഇതിൻ്റെ കുറേയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞതാണ്. പിന്നെ ദേവി മോളെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ ഒന്നും മിണ്ടായിരുന്നത്. പക്ഷേ നീയും കൂടെ ചേർന്നാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നീയും ഞങ്ങളെ വഞ്ചിച്ച് കളഞ്ഞല്ലോ എന്ന് ബാലനും കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ കേട്ട് ദേവി സഹിക്കാൻ വയ്യാതെ മുറിയിലേക്ക് പോവുകയാണ്. എത്രയും പെട്ടെന്ന് ആ ഉദയഭാനുവിനെ ഇവിടെ വിളിച്ചു വരുത്തണം വെച്ചാൽ, എന്നിട്ട് ഇവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് ആനന്ദ് തറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ മുറിയിൽ പോയിരുന്ന ദേവി ഭയങ്കരമായിട്ടിരുന്ന് കരയുകയാണ്. കാരണം എല്ലാവരുടെ മുന്നിൽ ഒരു കള്ളിയായി മാറിയ ദേവിക്ക് പിന്നെ അവിടെ താമസിക്കണമെന്ന് ഒരു വിചാരവുമില്ല, ജീവിക്കാൻ തന്നെ താല്പര്യമില്ല. ദേവി പൊട്ടിക്കരയുകയാണ്. ഇതൊന്നും അറിയാതെ ഉദയഭാനു ആണെങ്കിൽ കടയിൽ നിന്ന് മോഷ്ടിച്ച പൈസ എടുത്തുകൊണ്ട് പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പം ഭാര്യ പറയുന്നുണ്ട്, എനിക്കറിയാതെ എവിടെ നിന്നായാലും നിങ്ങൾ കട്ടിട്ടായാലും മോഷ്ടിച്ചാലും പൈസയും കൊണ്ട് സാധനവും വാങ്ങിച്ചിട്ടേ വരുത്തോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അവർ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ സമയത്ത് ബാലൻ വിളിക്കുന്നത്. അപ്പം ബാലൻ്റെ കോള് വരുമ്പം ആദ്യം ഒന്ന് ഉദയഭാനു പേടിക്കുന്നുണ്ട്, എന്തായിരിക്കും ഇയാൾ വിളിക്കുന്നത്. അപ്പം ബാലൻ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് താങ്കൾ ഇവിടം വരെ വരണം, ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെന്ന് പറയാണ്. എന്താന്നൊക്കെ ചോദിക്കുകയാണ്. ഒന്നുമില്ല, ഒരു കാര്യം പറയാനാ, ഭാര്യയും കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയാണ്. അങ്ങനെ ഉദയഭാനു പറയുന്നത്, ശരി ഞാൻ വരുന്നുണ്ട് ബാല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭാര്യ അടുത്ത് പറയുന്നുണ്ട്, ശ്രീകലയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് ചെല്ലണമെന്നാ. എന്താ കാര്യമെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും പറയില്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ദേവിയുടെ അമ്മ. പ്രശ്നമൊന്നുമില്ല, ഞാനിപ്പോഴും ദേവി മോളെ കണ്ടിട്ടല്ലേ വന്നത്, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്കൊന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവർ പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ദേവിയാണെങ്കിൽ സങ്കടത്തോടെ ഇരിക്കുകയാണ്. ഇനി തന്നെ ആ വീട്ടിൽ താമസിക്കാൻ ആരും അനുവദിക്കത്തില്ല. തൻ്റെ കള്ളത്തരങ്ങളൊക്കെ എല്ലാവരും പോക്കി. മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ പോലും തൻ്റെ അച്ഛൻ തന്നെ ചതിച്ചെന്നുള്ള കാര്യമൊക്കെ ഓർത്ത് സങ്കടത്തോടെ കരയുകയാണ്. ഇതൊന്നും അറിയാതെ ഉദയഭാനു ഭാര്യയും കൂടെ നേരെ വീട്ടിലേക്ക് വരികയാണ്. ഉദയഭാനു നേരെ വന്ന് എല്ലാവരുടെ മുന്നിൽ കോടീശ്വരനെ പോലെ അങ്ങ് അഭിനയിക്കാൻ തുടങ്ങി. അപ്പം ബാലനും ഭാര്യയും
ബാക്കിയുള്ളവരെല്ലാം ഒന്നും മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ അയാൾ അറിയുന്നില്ലല്ലോ, എല്ലാവർക്കും മനസ്സിലായി ഉദയഭാനു എന്ന കള്ളനെ ചെകുത്താനെ പിടികൂടിയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നതെന്ന്. മനസ്സിലാവാതെ ഉദയഭാനു എല്ലാവരും മുന്നിൽ കോടീശ്വരനെ പോലെ സംസാരിക്കുകയാണ്. ദേവി അകത്തിരുന്ന് സങ്കടത്തോടെ ഇരുന്ന് കരയുകയാണ്. എന്തായാലും ദേവിയുടെയും ഉദയഭാനുവിൻ്റെയും കള്ളത്തരങ്ങളെല്ലാം മുഖംമൂടിയെല്ലാം വലിച്ചു കീറി ആനന്ദ് എല്ലാവരുടെയും മുന്നിൽ